Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ എപ്പിസോഡ് 11 ആണ്. പിന്നെ ഒരു കാര്യം, ഈ എപ്പിസോഡിൻ്റെ അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ ഇതിനു മുമ്പിട്ട എല്ലാ എപ്പിസോഡും നിങ്ങൾ കാണുന്നത് എന്തായാലും ഉറപ്പുവരുത്തണം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അതേപോലെ തന്നെ വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1152 ഒരു പോയിന്റ് ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതെന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്തേക്ക്. പിന്നെ ഇന്നലെ നിങ്ങൾ തന്ന സപ്പോർട്ട് മൈൻഡ് ബ്ലോയിങ് ആണ്. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും 100,000 താങ്ക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇനിയും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഒരു പെങ്കുച്ച് പറയുന്നുണ്ട്, ഇത് കുറച്ച് ഡേഞ്ചറസ് അല്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളോട് ചുമ്മാ അവന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി, നമുക്ക് എല്ലാവർക്കും 5 മില്യൺ വോൺ വെച്ച് കിട്ടാറുണ്ട്. എന്നാൽ ആകെപ്പാടുള്ള കണ്ടീഷൻ അവനെ പറ്റി ആരോടും പറയാനോ മിണ്ടാനോ പാടില്ല. അവൻ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ എന്തിനാണ് അവൻ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ പൈസയൊക്കെ തരുന്നത്? എന്തിനാണെങ്കിലും കഴിഞ്ഞ 4 വട്ടം നീ മേടിച്ചല്ലേ, അവന് ഇതുവരെ മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താണ്, ഒരു 100-ന് ഇതുപോലത്തെ ഗേറ്റ് ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത് തന്നെ ഒരു പബ്ലിക് സർവീസാണ്. അതുകൊണ്ട് വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. എങ്കിലും എവിടെ എന്തോ ഒരു തെറ്റ് പോലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നിർത്തി പോയാൽ പോരെ. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, നീ പറഞ്ഞൊക്കെ ശരിയാണ്. എന്നിട്ട് അവൻ മനസ്സിൽ പറയുന്നുണ്ട്, സസ്പീഷ്യസ് ആണ് നന്നായിട്ട് തന്നെ. കാര്യം അവൻ ഒറ്റക്കാണ് ഈ ഗേറ്റൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വരുന്നത്. അവൻ്റെ കൂടെ ഇവാക്യുവേഷൻ ടീമില്ല, കളക്ടിങ് ടീമില്ല, മൈനിങ് ടീമില്ല, ആരും തന്നെയില്ല. പക്ഷേ അവനെല്ലാം ഇത് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എൻ്റെ അറിവിൽ ഒരു ഗേറ്റിൻ്റെ അതുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തില്ലെങ്കിൽ ആ ഗേറ്റിൻ്റെ അകത്ത് റൈഡ് ചെയ്യുന്നത് തന്നെ ചുമ്മാ പാവുന്ന പോലെ ആയിരിക്കും, ഒരു ഗുണവുമില്ല. പക്ഷേ ആ സമയത്താണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ആദ്യമൊക്കെ ഡി റാങ്ക് ഗേറ്റ് മാത്രമാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സി റാങ്ക് എല്ലാം പോകുന്നുണ്ട്, അതും ഒറ്റയ്ക്ക്. അവൻ സത്യം പറഞ്ഞാൽ എന്താണ് എൻ്റെ അടുത്ത് ചെയ്യുന്നത്? അത് ഇങ്ങനെ പോയി. പിന്നെ കാണിക്കുന്നത് ആ ഗേറ്റിൻ്റെ അകത്തൊരു സീനാണ്. അവിടെയുള്ള ബാക്കിയുള്ള ക്രിസ്റ്റൽസ് ഒക്കെ നമ്മുടെ ഗോബ്ലിൻസ് മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നോക്കുന്നത് നമ്മുടെ ബെറുവാണ്. ബെറുവായിട്ട് അവിടെയുള്ള ക്രിസ്റ്റൽസ് കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇസയിലും അതേപോലെ ഗ്രേയും കൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത്. അവൾ പറയുന്നുണ്ട്, യങ് മോണാച്ച് എന്തായാലും ഇപ്പോൾ ഒരു സി റാങ്ക് ബോസിനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഓക്കെ ആയിരിക്കുമല്ലേ? പിന്നെ കാണുന്നത് സുഹോ അവൻ്റെ അറ്റാക്സ് ഒക്കെ ഡോട്ട് ചെയ്യുന്നതാണ്. സുഹോ ഇപ്പോൾ ഒരു സ്പൈഡർ പോലത്തെ ഒരു മോൺസ്റ്ററായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരുടെ ഡാഗർ എടുത്തിട്ട് സ്റ്റോം സ്ലാഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു പുതിയ ഡാഗറായിരുന്നു. അത് മാത്രമല്ല അതിനകത്ത് പാരാലിസിസ് എന്നൊരു പുതിയ പവറുണ്ട്. പക്ഷേ അത് അവൻ്റെ മേത്ത് ഏൽക്കത്തില്ല. അവൻ പറയുന്നുണ്ട്, കോപ്പ് പുതിയത് കിട്ടിയത് കൊണ്ട് ഞാൻ എൻ്റെ പവറൊന്നും ചെക്ക് ചെയ്യാൻ നോക്കിയതാണ്, അത് നിൻ്റെ മേത്താടെ ഏൽക്കത്തില്ലെന്നും പറഞ്ഞിട്ട് അതെടുത്ത് അവൻ്റെ മേലെ എറിയുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ മുകളിലേക്ക് ചാടി ആ ഒരു മോൺസ്റ്ററിൻ്റെ കവളത്ത് നോക്കി ഒരു കിടിലം പഞ്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൈ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നിട്ട് റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് അവൻ കുറച്ച് പഞ്ചും ചെയ്തുകൊണ്ട് ആ മോൺസ്റ്ററിനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു സി റാങ്ക് ബോസ് മോൺസ്റ്റേഴ്സിനൊക്കെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എനിക്ക് ബി റാങ്ക് എല്ലാം കയറാൻ സാധിക്കും. അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും പവർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം. പക്ഷേ ആ സമയത്താണ് അവൻ റൂളേഴ്സ് അതോറിറ്റി പിന്നെ ചിന്തിക്കുന്നത്. അവൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനെപ്പോഴും ഒരു ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ട് പലതും എടുക്കാറാണ് പതിവ്. ആ കൈ കൊണ്ട് തന്നെ എൻ്റെ കൈ ഒന്ന് പൊതിഞ്ഞാൽ എന്ത് പറ്റുമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ മുകളിലേക്ക് ചാടിട്ട് റൂളേഴ്സ് അതോറിറ്റി അവൻ്റെ കയ്യിൽ മുഴുവൻ ചുറ്റും. എന്നിട്ട് ഒരു കിടിലം പഞ്ചങ്ങാട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പഞ്ചിൻ്റെ പവർ കാരണം ആ ബോസ് മോൺസ്റ്റർ പൊട്ടിത്തെറിച്ചു പോകും. അങ്ങനെ അതിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അവനായിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ കിടക്കുവാണ്. റൂളേഴ്സ് അതോറിറ്റി ശരിക്കും അടിപൊളിയാണ്. അത് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന രീതി വെച്ച് നോക്കാറത്ത് എല്ലാ സ്ഥല പോസിബിലിറ്റീസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സമയത്ത് ഇസിൽ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ബോസിനെ ഡിഫീറ്റ് ചെയ്തോ? പിന്നല്ലാതെ. ഈ സമയത്ത് ബെറുവും പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു താങ്കൾ അടിപൊളിയാണ്, താങ്കൾ നന്നായിട്ട് സ്ട്രോങ്ങർ ആകുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലൊക്കെ എത്താൻ സാധിക്കും. ബെറു ഒരു കാര്യം ചെയ്യും, നീ പോയി ബാക്കിയുള്ള മാന ക്രിസ്റ്റൽസ് ഒക്കെ കഴിക്കാൻ നോക്ക്. അത് കഴിയുമ്പോൾ അവൻ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അതായത് കളക്ട് ചെയ്ത് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം അവൻ്റെ സ്റ്റോറിലേക്ക് കൊടുത്ത് അവൻ ഗോൾഡാക്കി മാറ്റുന്നുണ്ട്. അതാണ് അവൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വഴി. യങ് മോണാർച്ച്, എനിക്ക് തോന്നുന്നു താങ്കൾ ഇപ്പം മനുഷ്യരെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഒരു ബി റാങ്കർ ആയിട്ടെന്നാണ്. വെറുതെ അല്ല, ഒന്നുമില്ലെങ്കിൽ ഞാൻ 8 തവണ ലെവലപ്പ് ആയിട്ടില്ലേ? അങ്ങനെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. സോ ഇവർ ലെവലപ്പ് ആയിട്ടുണ്ട് കേട്ടോ, എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവർ സ്ട്രോങ്ങർ ആയെന്ന്. അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് അവർക്ക് രണ്ടുപേർക്കും ഇപ്പം ലെവൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇസിൽ ഇപ്പം 19, ഗ്രേ ഇപ്പം ലെവൽ 17 അവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വിൻഡോ ഒഴികെ ഈ പരിപാടിയൊന്നും അവർക്ക് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ അപ്പോഴാണ് അവൻ ആ ഒരു ഡൗട്ട് വന്നത്, അവന് സ്റ്റാർട്ട് പോയിന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ലെവലപ്പ് ആകാൻ പറ്റുമോ? ലെവലപ്പ് ആകാൻ പറ്റിയിരുന്നെങ്കിൽ അത് എനിക്ക് നല്ലതായിരുന്നു. കാര്യം ഞങ്ങൾക്ക് ഒരുമിച്ച് സ്ട്രോങ്ങർ ആകാൻ സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടീം വളരെയധികം സ്ട്രോങ്ങർ ആയിട്ട് മാറും. പല പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ലെവലപ്പ് ആകാൻ പറ്റുമെന്ന് നോക്കിയല്ലോ. ഞങ്ങൾക്കോ? പക്ഷേ അതെങ്ങനെ സാധ്യമാകും?
അതെന്താ നമുക്ക് വീടിയും കുറച്ച് റൈഡ്സ് പോയാൽ പോരെ. ഇതൊക്കെ കാലത്ത് അവർ രണ്ടുപേരും ഞെട്ടുന്നുണ്ടായിരുന്നു. കാര്യം ഓൾറെഡി 2 റൈഡ് കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടക്കാണ് അവൻ അടുത്ത റൈഡിലേക്ക് വിളിക്കുന്നത്. പക്ഷേ സുഹോ നേരെ ഡഞ്ചനിലേക്കാണ് വരുന്നത്, അതായത് ഷാഡോ ഡഞ്ചനിലേക്ക്. അവൻ പറയുന്നത് റൈഡൊക്കെ നമുക്ക് പിന്നെ പോവാം, ആദ്യം ഒരു കാര്യം ചെയ്യുക, ഡെയിലി കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ് അതിൻ്റെ അകത്തേക്ക് കയറിയത്. പക്ഷേ അകത്ത് കയറിയ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ശരിക്കും ഞെട്ടിത്തിരിച്ചു പോയി. കാര്യം ആ ഗേറ്റിനകത്ത് ഒരു റെഡ് ഗേറ്റ് ഉണ്ടായിരുന്നു. ബെറുവിനോട് ചോദിക്കുന്നുണ്ട്, ബെറു ഇതെങ്ങനെ സാധ്യമായി, ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇമൻസ് ഉള്ള പവറാണല്ലോ വരുന്നത്, ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? യങ് മൊണാർച്ച് എന്നോട് ക്ഷമിക്കൂ, എനിക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ അടുത്തൊരു അർജന്റ് ക്വസ്റ്റ് അവൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഡയമെൻഷണൽ ക്രാക്കായിരുന്നു. അതിൻ്റെ കോസ് കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യാനായിരുന്നു അവനൊന്നൊരു ടാസ്ക്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ഷോപ്പിൽ നിന്ന് 2 സാധനം ഇസയിലും ഗ്രേക്കും മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, റെഡി ആയിക്കോ, നമുക്ക് എന്തായാലും ഒരു റൈഡ് പോകണമെന്ന് പറഞ്ഞു തരില്ലല്ലോ, ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു മരുഭൂമിയാണ്. അവിടുന്ന് പോകുന്നത് ഒരു ഫീൽഡ് ടൈപ്പ് ഡഞ്ചനിലേക്കാണ്, അതായത് ഈജിപ്തിലെ ഒരു ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ. ചുരുക്കം പറഞ്ഞ ഒരു പിരമിഡ് ആയിരുന്നു. അതിനകത്ത് ഒരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവൻ്റെ പേര് ലിയു സിംഗ് എന്നാണ്. അവൻ ആശ്രഗിലെ ഒരു ബി റാങ്ക് ഹണ്ടറാണ്. ഞാൻ മര്യാദക്ക് പറയുകയാണ്, ഇപ്പം തന്നെ ഈ ഡഞ്ചൻ്റെ അന്ന് പുറത്തേക്ക് പോകുമോ? ഞങ്ങൾ ആശ്രഗിലാണ് ആദ്യമായിട്ട് ഇവിടേക്ക് വന്നത്. ആദ്യം ആര് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെൻ്റെ അവസാനത്തെ വാർണിംഗ് ആണ്. ഈ ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ ഇനി ഞങ്ങളുടെ ഗിൽഡിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കെതിരെ ഒരു യുദ്ധമായിരിക്കുമോ എന്ന് ആലോചിച്ചോ. കോപ്പ്, ഇത്രയോ സമയം കൊണ്ടായിട്ട് ഇവന്മാർ എന്തിനാണ് ഇപ്പം ഇവിടേക്ക് വന്നത്? വേറെ എത്രയോ ഗിൽഡുണ്ട്, എന്നിട്ടും കറക്റ്റ് ഈ സ്കാവൻഡർ ഗിൽഡിൻ്റെ അണ്ണാക്കിലേക്ക് തന്നെ ചാടിയല്ലോ. ഞാനൊരു കാര്യം പറയാം, എല്ലാം മീനിങ്ലെസ് ആണ് എൻ്റെ ഓവർവെല്ലിങ് സ്ട്രെങ്തിൻ്റെ ഫ്രണ്ടിൽ. അതുകൊണ്ട് തന്നെ മര്യാദക്ക് തിരിച്ചു വെക്കോ. ഇത് പറയുന്നത് റണ്ടോൾഫ് എന്ന് പറയുന്ന അടുത്താണ്. അവൻ സ്കാവൻഡർ ഗിൽഡിലെ ഒരു എ റാങ്ക് ഹണ്ടറാണ്. ഈ ഗിൽഡ് ഏതാണെന്ന് മനസ്സിലായില്ല, നമ്മുടെ തോമസ് ആൻഡ്രൂവിൻ്റെ ഗിൽഡാണ്. ഈ സമയത്ത് ബാക്കിയുള്ളവന്മാർ, അതായത് ആശ്രഗിലെ ഒരു കോമ്പാക്റ്റിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അവർ ഫൈറ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കൈ മുകളിലേക്ക് പോകുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, ഹലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളിപ്പോൾ എവിടെയാണെന്നാണ് നമ്മുടെ സൂഹോ ഇപ്പോൾ അവരോട് ചോദിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അരമണിക്കൂർ മുമ്പുള്ളൊരു കാര്യമായിരുന്നു. അവിടെ നമ്മുടെ സൂഹോ ഒക്കെ ആ ഗേറ്റിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർക്കിടെ നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അവരിപ്പം നിൽക്കുന്നത് ഒരു മരുഭൂമിയുടെ നടുക്കായിരുന്നു. നമ്മുടെ ബെറു പറയുന്നുണ്ട്, യങ് മൊണാർച്ച് ആ കിടന്ന പിരമിഡിൻ്റെ അന്ന് എനിക്ക് നന്നായിട്ട് മാജിക് പവർ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടേക്ക് പോകാനും തീരുമാനിച്ചു. അവരവിടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് കുറേ ട്രക്കൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ സുഹോ പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് ഇതേപോലത്തെ മെഷീൻസ് ഒന്നും ഈ ഡഞ്ചനിൽ വർക്ക് ചെയ്തില്ലെന്ന്, പക്ഷേ പിന്നെന്താണ് ഇത് ഇവിടെ ഒന്ന് കിടക്കുന്നത്? ആ സമയത്താണ് വെറും മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ട്രക്കിൻ്റെ മേൽ ചെറിയൊരു ചിഹ്നം കാണാൻ സാധിക്കും. ആ ഒരു ചിഹ്നം അവൻ നന്നായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് സുഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും ഷാഡോ ഡഞ്ചൻ്റെ നമ്മുടെ പഴയ ഗേറ്റ് അവിടെ തന്നെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിൻ്റെ അകത്തേക്ക് കയറും. അടുത്ത സെക്കൻഡ് തന്നെ തിരിച്ചു തന്നെ പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട്, ആ ഗേറ്റ് അതവിടെ കാണുന്നില്ല. ഈ സമയത്ത് ആ പുറത്തുണ്ടായിരുന്നവർ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം അവരുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗേറ്റ് പതുക്കെ ചുരുങ്ങി ഡിസപ്പിയർ ആയിട്ടുണ്ട്. അവർ പേടിച്ചു പോയി. കാര്യം അതിൻ്റെ അകത്തുള്ള സുഹൃത്ത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവർ എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി കോൺടാക്ട് ചെയ്യാനും തീരുമാനിച്ചു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രസൻ്റാണ്. അത് സുഹു ഇപ്പോൾ അവരുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. എന്തായാലും ഇപ്പോൾ പിരമിഡ് കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാത്തത് ഇവർ രണ്ടുപേരും 2 തരത്തിലുള്ള ടീംസാണല്ലോ, എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളിപ്പോൾ എവിടെയാണ്? ഇതൊരു ഹണ്ടർ അല്ലേ? സോ സ്കാവൻഡർ ഗിൽഡിന് ശേഷം മറ്റു ടീം ഇവിടേക്ക് വന്നു. കോപ്പ് അടുത്തവൻ്റെ പുറകെ അടുത്തവൻ, ഇതെന്താണ് ഇങ്ങനെ വന്നത്? ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ തോമസിനെയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അവർ പറഞ്ഞ പ്രൊഫസർ എനിക്ക് ഓർമ്മയില്ലേ, മരണത്തിൻ്റെ പുത്രൻ, ആ ഒരു സീൽ പൊട്ടിച്ചവൻ ഉറപ്പായിട്ടും അവിടേക്ക് തന്നെ വന്നിരിക്കും. മരണത്തിനെ തന്നെ വീണ്ടും ഉയർത്താൻ സാധിക്കുന്ന അവൻ ഉറപ്പായിട്ടും അവിടേക്ക് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നീ പറഞ്ഞില്ലേ ഈ ഒരു സംഭവം എവിടെ വന്നതെന്ന്, അതായത് ആ ഒരു ഈജിപ്തിൽ ആ ഒരു ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ വന്നതെന്ന്. നീ ആലോചിക്കേ, ഈജിപ്റ്റ്, ഗ്രേവ്, പിരമിഡ്, ഡെത്ത് എല്ലാം ആ ഒരു പ്രൊഫസയായിട്ട് തോന്നില്ലേ? പക്ഷേ നമ്മളവിടെ റൈഡ് ചെയ്യുന്ന സമയത്ത് മറ്റേതെങ്കിലും ഗിൽഡ് അവിടേക്ക് വന്നാലോ? അത് ചോദിക്കാനുണ്ടോ? നീ അങ്ങോട്ട് ഇടപെട്ടേക്കണം. ഡാ ഭയ്യ, നീ ഒരു ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ, നീ ഈ ഒരു ഡഞ്ചിൻ്റെ പുറകെയാണ് വന്നെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് നീ ഇവിടുന്ന് പൊക്കോ. ഇതിൻ്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും ജീവനോടെ വിട്ടേക്കാം. സോ ഇതൊരു ഡഞ്ചനാണല്ലേ? ഇതൊരു ഡഞ്ചനാണെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. ഇവനായിട്ട് കുറച്ച് അഗ്രസീവാണ്, പക്ഷേ ഞാനത് റെഫ്യൂസ് ചെയ്യുമെന്ന് സുഹോ പറയുകയും ചെയ്യും. അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, എങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ സുഹുവിൻ്റെ അടുത്തേക്ക് അവൻ ചാടി വന്നിട്ട് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുകയും ചെയ്യും. ആ ഒരു അറ്റാക്ക് അങ്ങനെ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ശരിക്കും ഞെട്ടിയത്. കാര്യം സുഹോ അത് ഡോഡ്ജ് ചെയ്ത് മാറിയിട്ടുണ്ട്. എന്നിട്ടൊരു കിടിലം പഞ്ച് അവൻ്റെ മുഖത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ ഫുൾ പവറോടെ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഇനി എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് മരിച്ചാൽ എന്നെ എടുക്കുമെന്നാണ് സുഹുവിൻ്റെ ഡൗട്ട്. പക്ഷേ ഈ ഒരു കാര്യം ആ ഒരു ഹണ്ടറിന് മനസ്സിലായി. അവൻ പറയുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ സുഹുവിൻ്റെ മുഖത്തിടിച്ച് അവനെ ദൂരത്തേക്ക് തെറിപ്പിച്ചിട്ടാണ് അത് പറയുന്നത്,
നീ എൻ്റെ ഫ്രണ്ടിൽ ഈസി ആയിട്ട് നടക്കുന്നോ, എല്ലാത്തിനും കൊല്ലാൻ ബാക്കിയുള്ള ടീമിൻ്റെയൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു യുദ്ധം തുടങ്ങുകയും ചെയ്യും. ഇസയിലും ഗ്രീം ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ സൂഹുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഈ സമയത്ത് ആശ്രയ ഗിൽഡിലുള്ളവർക്ക് മനസ്സിലായി ഫൈറ്റ് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ബെറു വന്ന് ചോദിക്കുന്നുണ്ട്, യങ് മൊണാർച്ച് എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ലടാ, എന്തായാലും ഇവിടെ ഫൈറ്റ് ചെയ്താൽ ഇനി വഴിയൊന്നുമില്ല. ഈ സമയത്ത് സ്കാവൻഡർ ഗിൽഡും ആശ്രയ ഗിൽഡും കൂടെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, ആർമറൊക്കെ ഇട്ടവന്മാർ എന്തായാലും എൻ്റെ എനിമിയാണെന്ന് ഉറപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡ് തന്നെ അവൻ നേരെ മുകളിലേക്ക് ചാടി താഴത്തുള്ള ഒരുത്തിൻ്റെ മുഖത്ത് നോക്കി ഒരു കീട്ടിലും കിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ആർമർ പൊട്ടിപ്പോയെങ്കിലും അവനൊന്നും പറ്റിയില്ല. അവൻ അപ്പം തന്നെ തിരിച്ച് സൂഹനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവനായിട്ട് അതൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു വീക്കാള ഹണ്ടർ ഞങ്ങൾ സ്കാവൻഡർ ഗിൽഡിൻ്റെ എതിരാണ് നിൽക്കാൻ തോന്നുന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന്? ഞാൻ അവനെ നോക്കൗട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്, പക്ഷേ ഇവന്മാർ ഇത്രയധികം ടഫാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. എൻ്റെ ഏറ്റവും പുതിയ കോമ്പാറ്റബിലിറ്റി നോക്കിയാലോ? പക്ഷെ വേണ്ട, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ ഞാൻ ഇതിനെ കൊന്നെന്ന് വരും. ഈ സമയത്ത് ആശ്രയങ്ങളിലെടുത്ത ചാടി വന്ന് അവൻ്റെ തല അങ്ങോട്ട് ആർത്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുഹ പറയുന്നുണ്ട്, താങ്ക്സ്. നേരത്തെ റാൻഡോൾഫിൻ്റെ അറ്റാക്ക് നീ ഡോഡ്ജ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, നിനക്കാരെങ്കിലും കൊല്ലാൻ പേടിയുണ്ടോ? നിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഹെസിറ്റേഷനാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം, നമ്മുടെ ഈ ലോകത്ത് മോൺസ്റ്റേഴ്സ് മാത്രമല്ല ഡേഞ്ചറസ് ആയിട്ടുള്ളവർ, ഇതേപോലത്തെ അൺഒഫീഷ്യൽ ഹണ്ടേഴ്സും ഇതേപോലെ കയറി നിരങ്ങാൻ നേരത്തും അതും കുറച്ച് ഡേഞ്ചറസാണ്. നീ ആ കാര്യം മാറ്റിയാൽ മാത്രമേ നിനക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് വന്നത്. എനിക്ക് ഇത്രയും നാൾ ഇതുവരെ ഒരു മനുഷ്യനെ കൊല്ലേണ്ട വിധി വന്നിട്ടില്ല. ഈവൻ ഹൈനഗിലുള്ളവരെ ഫൈറ്റ് ചെയ്തപ്പോഴും ഞാൻ അവരെ കൊന്നത് പോലുമില്ല. എനിക്കത് പറ്റത്തുമില്ലായിരുന്നു. എന്നാൽ ഇങ്ങനെ ഞാൻ ഹോൾഡ് ബാക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കുമോ? എനിക്ക് ഈ ഭൂമിനെ രക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല. എനിക്ക് ഓവർപോട്ടുള്ള വഴി എന്ന് പറയുന്നത് ലെവലപ്പാകാനാണ്. ലെവലപ്പാകാൻ ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് ലീ മിൻസങ്ങിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവനെനിക്ക് കൊല്ലാനും പറ്റത്തില്ല. അതിനർത്ഥം ഞാനിനി മാറണം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ പേര് ലീ സിങ് എന്നാണ്. ഞാൻ ആശ്രയകളിലെ ഒരു ഹണ്ടറാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ പുറകിലേക്ക് ഒരു ഹണ്ടർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയും ചെയ്യും, നീ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അടുത്ത സെക്കൻഡ് സുഹ നേരെ അവൻ്റെ നേരെ ചാടുന്നുണ്ട്. പക്ഷേ എൻ്റെ സൈഡിൽ കൂടെ ബാക്കിലേക്ക് പോയി അവിടേക്ക് വന്ന ഒരു ഹണ്ടറിനെ മുഖത്ത് നോക്കി ഇടിച്ച് തീർപ്പിച്ച് കളയുന്നുണ്ട്. ശരിയാണ്, ഇനി ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ സ്ട്രോങ്ങർ ആകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യണം. ആ ഒരു സമയത്ത് ആ ഒരു ഹണ്ടർ ആകെപ്പാട് ബോധം പോയി പുള്ളിക്കാരൻ പാതി ചത്ത നിലയിലാണ്. അവൻ ഒറ്റൊരു അറ്റാക്കിൽ, അതും ഒരു ബി റാങ്ക് ടാങ്കറിനെയാണ് ഇടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. സോ ശരിക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അങ്ങനെ സുഹോ പറയുന്നുണ്ട്, എൻ്റെ പേര് സുഹോ, ഞാൻ കൊറിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്കിവിടെ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ സുഹോയെ ആശ്രയകളിൽ നമ്മളൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെതിരെ? നമ്മുടെ തോമസ് ആൻഡ്രോവിൻ്റെ സ്കാവൻഡർ ഗിൽഡിനെതിരെ. ഇനി എന്ത് സംഭവിക്കും? എന്തായാലും നാളത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം.